ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഈ കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് രാമായണ പാരായണം ചെയ്യുക. ഇപ്പോൾ കർക്കിടകം 4-ാം തീയതിയായി, എന്നാലും സാരമില്ല, നമുക്ക് ഇപ്പോഴെങ്കിലും തുടങ്ങാം. ഞാൻ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുന്നേ ഇടണം എന്ന് വിചാരിച്ച വീഡിയോ ആണ്, സാധിച്ചില്ല. എന്നാലും നമുക്ക് ഇന്ന് സന്ധ്യ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ അതിനായിട്ടൊരു പ്ലേലിസ്റ്റ് തരും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അതിൻ്റെ കൂടെ ഒരു രാമായണത്തിൻ്റെ PDF തരും. PDF അതിൽ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അതിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ക്രോമിൽ പോയിട്ട് രാമായണം മലയാളം PDF എന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതും ഈ പാരായണം ഓരോ ദിവസമായിട്ട് അവരിങ്ങനെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. 1-ാം ദിവസം, 2-ാം ദിവസം, അത് ഈ രണ്ടും കൂടി വെച്ചിട്ട് PDFും ഈ പാരായണവും കൂടി വെച്ചിട്ട് കേൾക്കുക. ഓക്കെ, അത് നമുക്ക് കറക്റ്റായിട്ട് പാരായണം ചെയ്യാൻ അറിയില്ലല്ലോ. അപ്പോൾ പാരായണം ചെയ്തിട്ടിരിക്കുന്നതാകുമ്പോൾ തെറ്റില്ലാണ്ട് നമുക്ക് കേട്ടിരിക്കാനും പറ്റും, കൂടെ ചൊല്ലാനും പറ്റും. ഇതിപ്പോൾ 4-ാം തീയതിയായി, അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ 9-10 ദിവസങ്ങളിൽ അതിൽ കുറച്ച് ടൈം ഡ്യൂറേഷൻ കുറവാണ്. അപ്പോൾ അത് ഒരൊറ്റ ദിവസമാക്കി ചൊല്ലുക. അങ്ങനെ എവിടെയാണോ ടൈം ഡ്യൂറേഷൻ കുറവ് വരുന്ന ദിവസങ്ങൾ അതൊറ്റ ദിവസമാക്കി ചൊല്ലുമ്പോൾ നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്, ഒരു 360 ഡിഗ്രി ചേഞ്ചസ് ഉണ്ടാകും. നമ്മൾ വിചാരിക്കാത്ത മാറ്റങ്ങളുണ്ടാകും. നിങ്ങളത് ചെയ്ത് നോക്കും. നമ്മുടെ ഈ ജേർണിയെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ഹെൽപ്പ് ചെയ്യും, എല്ലാറ്റിനും, സാമ്പത്തികം എല്ലാറ്റിനും ഹെൽപ്പ് ചെയ്യും. രണ്ടാമതായിട്ട് ആൻസിസ്ട്രൽ ഹീലിങ്ങിന് പറ്റിയൊരു മാസമാണിത്. ആൻസിസ്ട്രൽ ഹീലിംഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവർ ചെയ്തു തുടങ്ങാം. അത് നിങ്ങളൊരു ചെറിയൊരു മെഡിറ്റേഷനിൽ നടത്താതെ അത്യാവശ്യം കുറേയധികം സ്റ്റെപ്സ് ഉള്ള ആൻസിസ്ട്രൽ ഹീലിങ്സ് ഉണ്ട്. അത് തന്നെ ചെയ്യുന്നത് ബെറ്റർ. നോക്കുക, നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു വീഡിയോ വരും. ആ വീഡിയോയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഓരോ സ്റ്റെപ്പും ഓരോന്ന് കഴിഞ്ഞിട്ട് അടുത്തയിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് വന്നിട്ട് 21 ഡേയ്സ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുക. ഓക്കെ, ഒരേപോലെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒരുമിച്ച് ക്രോഡീകരിച്ച് ഒന്നായിട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുക. അതൊക്കെയും നമ്മുടെ യുക്തിപരമായിട്ട് ചെയ്യണം. എല്ലാം കൂടി ഒരുമിച്ച് ഒരു ആൻസെസ്ട്രൽ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യരുത്. നമുക്കത്രയും നമ്മളെക്കൊണ്ട് താങ്ങാനാവില്ല. നമ്മളത്രയും ഹീലിംഗ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് താങ്ങാൻ സാധിക്കില്ല. അടുത്ത് മൂന്നാമതായിട്ട് നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കുക. ആരോഗ്യം ശ്രദ്ധിക്കേണ്ട മാസമാണ്, എല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് നല്ല ആക്റ്റീവായിട്ടിരിക്കുക. പറയാൻ പ്രത്യേക കാരണം എല്ലാവർക്കും അത്യാവശ്യം ക്ഷീണമുണ്ട്, പിന്നെ എനർജി സെൻറ്റേഴ്സിലൊക്കെ പെയിനുണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് എനർജി ഡ്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അതിനനുസരിച്ച് വെള്ളം കുടിക്കുക. അപ്പോൾ മഴയാണെങ്കിലും നല്ല ദാഹമൊക്കെ ഉണ്ട് എല്ലാവർക്കും. വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക. ഫ്രൂട്ട്സൊക്കെ കഴിക്കുക. ഇലവർഗ്ഗങ്ങൾ, ഓക്കെ, മുരിങ്ങയില ഒഴികെയുള്ള എല്ലാ ഇലവർഗ്ഗങ്ങളും കഴിക്കുക. നിങ്ങൾ കുറച്ച് നന്നായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഡീക്ലറ്ററിങ് ആണ്. അതായത് നിങ്ങളുടെ വീട്ടിൽ ഉള്ള പഴയതും ഉപയോഗിക്കാത്തതുമായ എല്ലാ വസ്തുക്കളും റിമൂവ് ചെയ്യുക. ഓക്കെ, വസ്ത്രങ്ങളായിക്കോട്ടെ, പാത്രങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അതിന് ഞാൻ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ചെയ്യേണ്ടുന്ന ഡീക്ലറ്ററിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷോർട്ട്സായിട്ട് ഇടാൻ ശ്രമിക്കാം. ഞാൻ ഇടുന്നതായിരിക്കും, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരു സൺഡേയ്സിൽ അത് ഒന്ന് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്തവർ ഞാൻ വീഡിയോ ആ ഒരു ഷോർട്ട്സ് ഇടുന്നതനുസരിച്ച് നിങ്ങൾ എന്നോടൊപ്പം ചെയ്ത് വരാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയും ഈ ഒരു മന്തിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മടി വിചാരിക്കരുത്, തീർച്ചയായിട്ടും ചെയ്യുക. ഓക്കെ, നമ്മുടെ ഒരു ഗ്രോത്തിന്, നമ്മുടെ ജേർണിയുടെ ഒരു ഗ്രോത്തിന്, നമ്മുടെ ഫിനാൻസിന് ഒക്കെയും എല്ലാ തലത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ സെപ്പറേഷൻ ഫേസിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്കത് സഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കെന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഗൈഡൻസ് നൽകുന്നതാണ്. പെയ്ഡ് സെഷനാണ്.
അതുപോലെ ഈ ജേണിയിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സഹായം ചോദിക്കാവുന്നതാണ്. പെയ്ഡ് സെഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞാനത് പറയും. അല്ലെങ്കിൽ എന്നാലാകുന്ന സഹായമാണെങ്കിൽ അത് മെസ്സേജ് ത്രൂ നൽകുന്നതായിരിക്കും. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.